ഇന്നൊരു റിസപ്ഷന് പോകാൻ വേണ്ടി പോവാണ്. ഇത് അമ്മയൊക്കെ സുന്ദരിയാ ഒരുങ്ങുന്നുണ്ട്. ഇന്ന് ഇവിടെ നിന്ന് ഒരു റിസപ്ഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടികളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ത് നന്നായിട്ട് ഒരുങ്ങുന്ന അറിയോ. കുറെ ടൈം എടുത്തിട്ട് അമ്മ ഒരുങ്ങുന്നുണ്ട്. എന്തിനാ അങ്ങനെ സുന്ദരിയാവുന്നതെന്ന് ഇല്ല ഇപ്പൊ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ അമ്മേ? സ്വതവേ ഒരുങ്ങാൻ വേണ്ടിട്ട് കൂടുതൽ സമയം എടുക്കാത്ത ആളാണ്. അതാണ് സത്യം. ഇതിനെന്താ ആക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുടുംബസമേതാണ് പോണേന്ന്. ഇവിടെ മുടി ഇതെന്താ? ഓ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് ഇതൊക്കെ. ഇവിടെ മുടി ഗംഭീര സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഉള്ളുള്ള മുടി ആയതുകൊണ്ട് തന്നെ ലുക്ക് കൂടുന്നുണ്ട്. ഇതാണ് ഗോവ ഹെയർ പോപ്ര. ഗോവ ഹെയർ ബ്രെയിൻ. പാപ്പൻ കുറച്ച് സീരിയസ് ആണ്. ഇവരെ ഈ കോപ്ര കളിക്കൊന്നും പാപ്പ നിൽക്കൂല. പാപ്പാ അല്ലാണ്ട് ഏത് മൂട്? പാപ്പ മൂട്. ഇവിടെ കണ്ടോ, ഇവിടെ കൊറേ നേരം ഇത് കണ്ടോ. ഇത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ അല്ലേ? അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ആദ്യത്തെ കല്യാണം നടക്കുന്ന സ്പോട്ടിലേക്കാണ്. വൈഷ്ണവേട്ടന്റെ റിസപ്ഷൻ. അതിനാണ് പോണത്. അതിനാണ് ബ്ലഷ് ചെയ്തിട്ടാണ് ഉണ്ണി ഇറങ്ങിയത് അല്ലേ? ഓ ഡ്രൈവിംഗ് ഒക്കെ പാപ്പനാണ് ചെയ്യുന്നത്. സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും ഇവിടെ നടക്കുക. അല്ല ഒന്നുമില്ല കേട്ടോ. ഒറ്റ മൈൻഡിൽ ഇവിടെ വന്നത് അപ്പം ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഇവിടെ നേരെ പരിപാടി നടക്കുന്നിടത്തേക്ക് പോവാട്ടോ ഞങ്ങൾ ചെയ്യാം അല്ലേ? ഫുഡ് മോഡ് ഫുഡ് ഫ്രീ. അമ്മയും അച്ഛനും എന്താ എൻ്റെ അമ്മോരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് റെസ്പെക്റ്റ് വന്നുപോയി. അതാ സംഭവിച്ചല്ലാണ്ടെന്നല്ല. പിന്നെ ഒരാടുണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോകാട്ടോ. ഇവിടെ വണ്ടിയൊക്കെ നിർത്തും. മണാശ്ശേരി സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. അങ്ങോട്ടാ പോണേ. നല്ല നെയ്പത്തിരി, അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കടായി ഉണ്ട്. ഇനി അതേപോലെ മറ്റേ ചിക്കൻ കുറുമുണ്ട്, കപ്പുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫുഡാണ്. വൈഷ്ണവേട്ടൻ്റെ പരിപാടിയാണ്. അതായത് നമ്മളെ അപ്പുല്ലേ, അപ്പുവിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യേൻ്റെ അനിയൻ്റെ പരിപാടിയാണ് ഇതാട്ടോ. അവിടെയാണ് വന്നത്. അങ്ങനെയാണ് ബന്ധം പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഓക്കെ ഉണ്ണിയെ എന്ത് തോന്നി? ഇന്നത്തെ ദിവസം എങ്ങനെ തോന്നി? സൂപ്പർ. പാപ്പൻ എന്താ ഇതിനെ പറ്റില്ല അഭിപ്രായം? പാപ്പൻ്റെ ഒരു ഇതിനൊക്കെ പാപ്പ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആ ഹെയർ സ്റ്റൈലിന് എന്താ അഭിപ്രായം? പാപ്പ ഉള്ളത് പറഞ്ഞാൽ മതി. ഇഷ്ടല്ലേ? അങ്ങനെ വേണം അച്ഛന്മാരായെന്നൊക്കെ ഞാൻ പറയും. ഈ പറയും അങ്ങനെ? എന്റെ അച്ഛനാ? എന്റെ വാപ്പനാ. എന്റെ വാപ്പനാ എന്റെ അച്ഛനായ. ഈ ക്യൂട്ട്നെസ് ഇട്ട് കാര്യല്ലേ നാട്ടിലിറങ്ങിയ എന്തൊക്കെയാ നടക്കുന്നേ? ഇതെന്താ ഈ മുടിന് ഓരോ ഇഴകളും? ഓ മൈ ഗോഡ്. ഓളെ തല അന്നത്തെ വീടിന്റെ തമ്മേല്. ഉണ്ണിക്ക് എന്ത് പറ്റി? ഗൈസ്, ഇന്ന് നടക്കുന്ന റിസപ്ഷൻ നമ്പർ 2 ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഇന്നിവിടെ പ്രകാശേട്ടന്റെ പ്രണവേട്ടന്റെ വീട്ടിലൊരു പരിപാടി ഉണ്ട്. സ്പോട്ട് നമ്പർ 2 കേട്ടോ. ഇന്നെന്തേ പറയും സ്പോട്ട് നമ്പർ 2ലേക്കാണ് എത്തിയത്. ഓള് ഇവിടെയാണ് ഇന്ന് റിസപ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ വരെ വന്നാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോലെ വെച്ചിട്ട്. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. കുക്കിംഗ് ആരാ ഈ അഭിനയിക്കുന്നത്? കുക്കിനത് ഇല്ല അഭിനയിക്കല്ലേ? വീഡിയോ ഒന്ന് 2 ഉണ്ടോ? ആ കാണിച്ചാ. വീഡിയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും പഠിക്കണോ? പഠിക്കോ? ഗൈസ്, പരിപാടി കഴിഞ്ഞ് ഒരു കുട്ടി യൂട്യൂബറെ കണ്ടേ. എന്താ ഗൈസ്, തിരിച്ചിവിടെ എത്തിയാണ്. എന്തോ പറ്റിയിട്ടുണ്ട് മക്കൾക്കൊക്കെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഇത് കുടുംബ പ്രേക്ഷകർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിരിക്കാതൊക്കെ. എന്താ ഉണ്ണിയേ? എന്താ മോളെ? എന്തൊക്കെ മോളെ? മേമ ഗാന്ധിജിന്റെ എന്താ ഗൈസ്? അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എന്താ ശരിയാ കല്യാണപ്പുരയിൽ എന്തൊക്കെയോ എടുത്തു കൊണ്ടുണ്ട്. അതെന്താ അതിന്റെ താഴെ കമന്റ് ചെയ്യണം. ബൈ ഫ്രം നന്ദിട്ട ബ്ലോഗർ.